ഓണപരീക്ഷ കഴിഞ്ഞ് ഓരോ ആൻസർ ഷീറ്റും ഏറ്റുവാങ്ങുമ്പോൾ ഹൃദയത്തിൽ എന്താണ് പറയാ, ഒരു കല്ല് കൊണ്ട് കുത്തുന്ന വേദന അനുഭവിച്ച കുട്ടികളാണ് നിങ്ങൾ എന്ന് എനിക്ക് നല്ലോണം അറിയാം. ആൻഡ് അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും സൊല്യൂഷനും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ നമ്മളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എല്ലാ തവണത്തെയും പോലെ ഇത്തവണ മാർക്ക് ഉറപ്പായിട്ടും വാരിക്കോരി തരൂല എന്ന് പറഞ്ഞു. ആൻഡ് ഓണം എക്സാം ഇത്രയും ടൈറ്റ് ആക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആവുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എക്സാം ഈസി ആവാൻ വേണ്ടി ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്ട്രോങ് ആവാൻ പോവുകയാണ്. അങ്ങനെ സ്ട്രോങ് ആവാൻ വേണ്ടി ഏത് ലെവലിൽ ചോദ്യം ചോദിച്ചാലും അതിനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുമായിട്ട് വന്നത്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ബാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് കുട്ടികൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് എന്തൊക്കെയാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ കാരണം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2299 മാത്രമാണ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത്. എത്ര അഫോർഡബിൾ ഫീ ആണ് അത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആൻഡ് നിങ്ങൾ 9th ക്ലാസ് സ്റ്റുഡൻസ് ആണെങ്കിൽ 2999 ആണ് വരുന്നത്. ആൻഡ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ അതായത് സെപ്റ്റംബർ 15-ാം തീയതിയാണ് നമ്മൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഫുള്ള് കാണുന്നില്ല, ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഇടണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആ ഓഫർ കിട്ടിക്കൊള്ളണമെന്നില്ല. ആൻഡ് ജസ്റ്റ് ഇനിയിപ്പോൾ സെപ്റ്റംബർ 15-നല്ല നിങ്ങൾ കാണുന്നത്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്ന് വിചാരിക്കുക. അയ്യോ അത് നഷ്ടപ്പെട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. എങ്കിലും നിങ്ങൾ എന്താണ് ഫോം ഫില്ല് ചെയ്തോളൂ. നമ്മൾ മാക്സിമം അതിൽ നിന്ന് മാക്സിമം ആൾക്കാരെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ സെപ്റ്റംബർ 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഞാനൊരു ഉറപ്പ് പറയൂല. പക്ഷേ ഇപ്പം സെപ്റ്റംബർ 15-ൻ്റെ ഡേറ്റ് മാറുന്നതിൻ്റെ മുന്നേ ആണ് നിങ്ങളത് ഫില്ല് ചെയ്യുന്നതെങ്കിൽ, ഫോം ഫില്ല് ചെയ്യുന്നതെങ്കിൽ 100% നിങ്ങൾക്ക് എന്താ ഈ ഓഫർ ലഭിക്കും. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഡേറ്റ് മാറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അത് തരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ശ്രമിക്കും. കാരണം മറ്റൊരു വർഷത്തെയും പോലെയല്ല ഈ വർഷം കാര്യങ്ങൾ ടൈറ്റാണ്. ഓരോ കുട്ടിയും നല്ല ക്ലാസ്സുകളും കെയറിങ്ങും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ സ്വപ്നങ്ങളൊന്നും അവിടെ നടക്കാതെ ആയിപ്പോവും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഡിസംബറിൽ പോഷൻ തീരും എന്നുള്ളത്. അത് എത്ര ഒരു അടിപൊളി കാര്യം. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഡിസംബറിൽ പോഷൻ തീരുക, ആ ഒരു ചിന്തയല്ല, ഡിസംബറിൽ പോഷൻ തീരേ പിന്നെയുണ്ട് സാറേ മാസങ്ങൾ. അവിടെ അങ്ങനെ എന്താ ചെയ്യുക, അവിടെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത്. റിവിഷൻ എന്നാണ് നമ്മൾ അറിയാത്ത പലതരം ചോദ്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ മാർക്ക് ഉറപ്പിക്കുന്നത് എവിടെയാണ്, റിവിഷനിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ജനുവരി മുതൽ റിവിഷൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഡിസംബർ ആകുമ്പോഴേക്ക് പോഷൻ തീർക്കണം അല്ലേ. ഡിസംബറിൽ നമ്മൾ പോഷൻ തീർക്കും. നിങ്ങളുടെ സ്കൂളിലോ ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ഒന്നും ആരും പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല. പക്ഷേ എച്ചുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ള ഓരോ കുട്ടിയും ഡിസംബർ ആകുമ്പോഴേക്ക് നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്ററും പഠിച്ച് തീർന്നിട്ടുണ്ടാവും. അതും എങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ച് തീർന്നിട്ടുണ്ടാവും. വെറുതെ ഇങ്ങനെ ക്ലാസ് കണ്ട് തീർത്തിട്ടാണോ ഉണ്ടാകുക? അല്ല, നിങ്ങൾ പാസീവ് ലേണിംഗ് അല്ല, ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ പിന്നെ ഓക്കെ, നിങ്ങളുടെ മാത്സിൽ ഏതോ ഒരു മാത്സ് ചാപ്റ്റർ 3 ആണെന്ന് വിചാരിക്കും. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ എന്തുണ്ടാവും, ഒരുപാട് ടോപ്പിക്കുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ടോപ്പിക്കിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും, കുറേ സബ് ടോപ്പിക്ക്. അതായത് ഒരു 18 മിനിറ്റ് വീഡിയോ, 17 മിനിറ്റ് വീഡിയോ, 23 മിനിറ്റ് വീഡിയോ, 12 മിനിറ്റ് വീഡിയോ, ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് നോക്കടാ, ഒരു ടോപ്പിക്ക് ഒരുപാട് സബ് ടോപ്പിക്ക്. ശരി, ഈ സബ് ടോപ്പിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് മുന്നോട്ട് പോകാനും പറ്റൂല. ഈ സബ് ടോപ്പിക്കിൻ്റെ വീഡിയോ 18 മിനിറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അതായത് ഈ ഒരു 18 മിനിറ്റിൻ്റെ വീഡിയോയിൽ എന്ത് കൺസെപ്റ്റ് ആണോ പറഞ്ഞത് അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാകുക. അതൊക്കെ നിങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാൻ പറ്റൂ. അതിൻ്റെ അടിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഈ സബ് ടോപ്പിക്ക് മുഴുവൻ നിങ്ങൾ പഠിച്ചു തീർക്കുന്നു ആൻഡ് ക്വസ്റ്റ്യൻ
ചെയ്ത് തീർക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മൊത്തമായിട്ട് കഴിഞ്ഞു അല്ലേ. ഇനി ഈ ടോപ്പിക്കിൽ പഠിച്ച കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നറിയാൻ വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ അത് പഠിപ്പിച്ച് മുന്നോട്ട് പോകും ഈ ഒരു രീതിയിൽ. ആൻഡ് അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ അത്രയും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മൾ ഡിസംബറിൽ പോർഷൻ തീർക്കെങ്കിൽ നമ്മൾ എത്ര ടോപ്പായിട്ടേക്കും പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എജുപോണിൻ്റെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, എജുപോണിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ള ഒരു കുട്ടിയും അല്ലാതെ ട്യൂഷനോ ഇങ്ങനെ ഒന്നിനും പോവാത്തൊരു കുട്ടിയും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഇത്തവണത്തെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 100% നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അടുത്തതാണ് നമ്മൾക്ക് എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എക്സാം ആളിന് ആദ്യമായിട്ട് അത് കാണുമ്പോൾ നമ്മളെ തല കറങ്ങും. ഓക്കെ, സോ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാക്സിമം എവിടെ കാണാൻ പറ്റും, എക്സാമിന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും പറയേണ്ടി വരില്ല സാറേ എനിക്ക് എക്സാമിന് ഈ ഒരു ചോദ്യം വന്നു, നമ്മളിത് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. കാരണം സകല സാധനവും ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് അടുത്തതായിട്ടുള്ളതാണ് എക്സ്ക്ലൂസീവ് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബ്. അതെന്താണ് സാറേ? ഞങ്ങൾക്കൊക്കെ വാട്സപ്പിലെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് CR7 എന്നായിരിക്കും. ഓക്കെ, ഒരു ഗ്രൂപ്പ് CR7. വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും, എന്താണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇങ്ങനെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ അകത്തൊരു 35 മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും, ഇതിൻ്റെ അകത്തൊരു 87 മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ. ഈ ഗ്രൂപ്പ് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഈ 35 എണ്ണം എന്തിനെ കുറിച്ചായിരിക്കും? CR7ൻ്റെ വിവരങ്ങളായിരിക്കും, അത് അദ്ദേഹത്തെക്കുറിച്ചുള്ളതായിരിക്കും. ഇതാണെങ്കിലോ വിരാടിൻ്റെ വിവരങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിശേഷങ്ങളും മൊത്തം സാധനങ്ങളും ആയിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുക. അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകൾ ഉണ്ടാവും. അതായത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒന്ന് മാത്സ് ക്ലബ്ബ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ മാത്സ് ക്ലബ്ബിൽ എന്താണ് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് ഈസി ആവാനുള്ള സകല സാധനങ്ങളും എന്തുണ്ടാവും ഈ മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് കിട്ടും. ബേസിക്സ്, കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ അറിയില്ല, ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്താണെന്ന് അറിയില്ല, ബേസ് ഒന്നും അറിയില്ല വിചാരിക്കും. ആ സകല സാധനവും സെറ്റാക്കാനുള്ള മുഴുവൻ സാധനങ്ങളും എന്താ ഇവിടെ ഉണ്ടാവും മാത്സ് ക്ലബ്ബിൽ. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഹിന്ദി വളരെ സീനാണ്, അക്ഷരങ്ങൾ പോലും അറിയില്ലെങ്കിൽ ആ ഹിന്ദി നിങ്ങൾക്ക് തൂഫാനാക്കാൻ വേണ്ടിയിട്ടുള്ള സകല സാധനം എന്താ ഹിന്ദി ക്ലബ്ബിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഹിന്ദി ഈസി ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ മാത്സ് ക്ലബ്ബ് ഇതിൽ ജോയിൻ ചെയ്യണ്ട, നിങ്ങൾ മാത്സ് ക്ലബ്ബ് മാത്രം എടുത്താൽ മതി. വെറുതെ നിങ്ങൾ ഇത് നോക്കണ്ട. കാരണം എന്താ സാർ എനിക്കിതൊക്കെ അറിയാം, എനിക്ക് അറിയാത്ത ഇതാ, അപ്പോൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് വെച്ച് ഇതൊക്കെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലബ്ബുകൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോ എല്ലാത്തിനും ജോയിൻ ചെയ്യേണ്ട. എനിക്ക് മാത്സ് മാത്രമേ സാറേ ഏറ്റവും വലിയ പ്രശ്നം, അപ്പം മാത്സിൽ ജോയിൻ ചെയ്യുന്നു. ഇത് ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്നും ചെയ്യണ്ട, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ അകത്തുള്ള ഫീച്ചറാണിത്. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിക്കോളും. റെഡി? ഓക്കെ, അടുത്തതാണ് ഡൗട്ട് ക്ലിയറൻസിന് ലൈവുകൾ നമ്മൾ വെക്കും. ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാനുള്ള പരിപാടി. അടുത്തതാണ് AI ഡൗട്ട് ക്ലിയറൻസ് ഇൻ ആപ്പിൽ എന്താണ് AIൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൗട്ട് വളരെ പെട്ടെന്ന് എന്താണ് ക്ലിയർ ചെയ്യുന്നുള്ളതാണ് അല്ലേ. നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ക്യാൻസർ ചെയ്യൂലേ. അതുപോലെ നമുക്ക് എന്താണ് നമ്മളുടെ ഫസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് AI ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾ സിമ്പിളായിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? ക്വസ്റ്റ്യൻ എടുക്കുന്നത് ആൻസർ വരുന്നത്. വാട്ട് ഈസ് റെസണൻസ്? അടിക്കുന്നത് വരുന്നത്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ആൻഡ് ചാപ്റ്റർ വൈസ് സമ്മറി ആൻഡ് ലെറ്റസസ്, അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എന്താണ് അതിനൊരു സമ്മറി വേണം. എന്നാൽ എന്താ ഓക്കെ ഇതൊക്കെയാണല്ലേ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ചാപ്റ്റർ വൈസ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി മെൻറ്റർ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മൾ ഉഴപ്പി പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ എന്താ വേറെ ഏതോ ഒരു ഹാലിലങ്ങായി പോകും. മറിച്ച് നിങ്ങളെ ശ്രദ്ധിക്കാൻ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ വീക്ക്ലി നിങ്ങളെയും നിങ്ങളുടെ പാരൻസിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അടുത്തതാണ് ചാപ്റ്റർ വൈസ് ഷോർട്ട് നോട്ട്. ഇത് നമുക്ക് എന്താണ് എക്സാമിനൊക്കെ പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആവും. ഇതല്ലേ ഈ ചാപ്റ്ററിൽ ഉള്ളത് ആ ഒരു സംഭവം. ആൻഡ് അഡാപ്റ്റീവ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞു. ആൻഡ് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നിങ്ങൾ, അത് തെറ്റിച്ച് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂല.
ഇതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ അങ്ങ് തരും, ഇതേ കൺസെപ്റ്റിലുള്ള മറ്റൊരു ചോദ്യം അങ്ങ് തരും, അതും നിങ്ങൾ തെറ്റിച്ച് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഇതേ കൺസെപ്റ്റ് ഉൾക്കൊള്ളുന്ന അടുത്ത ചോദ്യം അങ്ങ് തരും. അങ്ങനെ നിങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റൂ. അപ്പം ഇങ്ങനെ എന്താ സാധനങ്ങൾ തന്ന് ആ ഒരു ടോപ്പിക്, ആ ഒരു ഭാഗം ക്ലിയർ ആകുന്നത് വരെ നിങ്ങളെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും, ഓരോ ചാപ്റ്ററിനും ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മൊത്തം ഓക്കെ ആണോ നോക്കാൻ. ആൻഡ് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടൂല എന്ന് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുമോ? ക്വസ്റ്റ്യൻ ഏത് ലെവലിട്ട് കഴിഞ്ഞാലും, എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെ ടഫാക്കി കഴിഞ്ഞാലും അതൊന്നും നിങ്ങളുടെ രോമത്ത് പോലും തൊടാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്താണ്, ഇപ്പം തന്നെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പാരൻസിൻ്റെ ഡ്രീമും നിങ്ങളുടെ ഹാപ്പിനെസ്സും ഒന്നും നിങ്ങൾക്ക് തമാശയല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോൻ്റെ ഇടയിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്തിട്ടേക്കുക, ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്യുക. അതായിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും അടിപൊളി തീരുമാനം ഈ വർഷത്തെ എന്ന് ഞാൻ പറയും. ആൻഡ് ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് തീരുമാനിക്കാം. ബട്ട് ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എല്ലാം തരാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. സോ ജസ്റ്റ് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. ആൻഡ് ജസ്റ്റ് ഒന്ന് വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്താ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ വെച്ച് കാണാം. സീ യു, ബൈ.